ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനും അജയും കൂടിയിട്ട് കുറേ നാളായിട്ടുള്ള പ്ലാനായിരുന്നു. അതായത് എനിക്ക് ഒരു 1-2 വർഷം മുമ്പേ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു രാജസ്ഥാനിൽ പോകണമെന്ന്. പക്ഷേ എന്തോ ടൈം ഇപ്പോഴാണ് ആയത് പോകാൻ വേണ്ടിയിട്ട്. ഓരോ സ്ഥലം വിസിറ്റ് ചെയ്യാൻ ഓരോ ടൈം ഉണ്ടല്ലോ. അതേപോലെ നമുക്കിപ്പം വെഡ്ഡിങ് കഴിഞ്ഞ് 1 ഇയർ കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ആ ടൈം ആയത്. അപ്പോൾ നമ്മൾ ഉദയ്പൂർ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്ന് ആയിരുന്നു ഫ്ലൈറ്റ്. എത്രയോ 2 hours 2.5 hours അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, അവിടെ എത്തിയിട്ടുള്ള 4 days ആയിരുന്നു നമ്മുടെ ട്രിപ്പ്. 4 night. എന്നിട്ട് ഫിഫ്ത്ത് ഡേ നമ്മൾ റിട്ടേൺ ചെയ്തു. അങ്ങനെ നമ്മൾ രാജസ്ഥാൻ എയർപോർട്ടിലെത്തി. രാജസ്ഥാൻ എയർപോർട്ട് ഭയങ്കര ചെറിയൊരു എയർപോർട്ടാണ് കേട്ടോ. പിന്നെ രാജസ്ഥാനി വൈബ് ഇതൊക്കെ ഉണ്ട്. എത്തിയപ്പോൾ തന്നെ ഇതേപോലെ മ്യൂസിക്കും രാജസ്ഥാനി സോങ്ങൊക്കെ പാടിയിട്ട് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു പുറത്ത് കുറച്ച് ആൾക്കാർ. അങ്ങനെ നമ്മൾ ക്യാബ് പിടിച്ച് നമ്മുടെ ഫസ്റ്റ് 2 days ഒരു ഫസ്റ്റ് ഹവേലി പോലത്തെ ഒരു ഹോട്ടലിലായിരുന്നു. പിന്നെ 3rd and 4th വേറൊരു ഹോട്ടലിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോട്ടലിൽ നിന്നുള്ള വ്യൂ. ഇത് ആക്ച്വലി ഫത്തേസാഗർ ലേക്കാണെന്ന് അവിടുത്തെ ആൾ പറഞ്ഞ കേട്ടോ. നമുക്ക് ലേക്ക് വ്യൂ ഉള്ള അപ്പോൾ നമ്മൾ ലേക്ക് വ്യൂ ഉള്ള ഹവേലി നോക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് റൂഫ് ടോപ്പിൽ നോക്കി കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു വ്യൂ ആട്ടോ. അത് ഞാൻ പിന്നെ കാണിച്ചു തരാം. അപ്പോൾ നമ്മളൊരു 3 PM ഒക്കെ ആയി, ലേറ്റ് ആയില്ലോ എത്തിയപ്പോൾ. അപ്പോൾ കുറച്ച് പ്ലേസിൽ കറങ്ങിയാൽ മതി, ആദ്യത്തെ ദിവസം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അടുത്തുള്ളൊരു ഗാർഡൻ പോയി. അത് അടിപൊളിയായിരുന്നു. ഒരു ഗാർഡനാണ് അവിടുത്തെ ഫേമസ് സംഭവം എന്നാണ് പറയണത് എല്ലാവരും. ഞാൻ പിന്നെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഇത് ഭയങ്കര ഫേമസ് ആണ്. കുറേ ടൈപ്പ് പില്ലേഴ്സും ഫോട്ടോ എടുക്കാൻ പറ്റിയ കുറേ ഫോട്ടോഷൂട്ടിന് പറ്റിയ കുറേ പ്ലേസ് ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ജസ്റ്റ് അവിടെ നിന്ന് കറങ്ങിയിട്ട് നമ്മൾ ഇറങ്ങി. പിന്നെ പോണ വഴി ഫുള്ളും മറ്റേ ഫത്തേസാഗർ ലേക്കാണ് അവിടെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഇറങ്ങി കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ അന്നത്തെ ദിവസം എനിക്ക് തോന്നുന്നു ഈവനിങ് ബോട്ടിങ്ങിന് പോയി. ഫത്തേസാഗർ അവിടെ നിന്ന് നമ്മൾ ബോട്ടിങ്ങിന് പോയി. ബോട്ടിങ്ങിന് പോകുമ്പോൾ അവിടെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇത് ഒരു ഐലൻഡ് പോലെ, അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു നെഹ്റു പാർക്ക് എന്നുണ്ട്, ഫത്തേസാഗർ നെഹ്റു പാർക്ക്. അത് ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. നൈറ്റ് ആകുമ്പോൾ കുറേ രസമാണ്. എന്താ പറയുക, വാട്ടർ ഷോ ഉണ്ട്. അതായത് ഫുള്ള് ഫൗണ്ടെയിനൊക്കെ പോലെയായിട്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ കഫേ ഉണ്ട്. പിന്നെ നല്ല എന്താ പറയുക, സൺസെറ്റ് വ്യൂ അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മൾ അവിടേക്കാണ് പോണത്. അതായത് ജസ്റ്റ് ബോട്ടിങ്, ഫത്തേസാഗറിലൊരു ബോട്ടിങ്ങും പിന്നെ നെഹ്റു പാർക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. അത്രയും വലിയൊരു പാർക്കാണ് കേട്ടോ അത്. നമ്മൾ ചെറിയൊരു പാർക്കല്ല, ഭയങ്കര വലിയൊരു പാർക്കാണ്. അതിൻ്റെ ഉള്ളിൽ കുറേ മ്യൂസിക് ഷോയും ഇതെല്ലാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് വ്യൂസ് ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പോൾ നെഹ്റു പാർക്കിലേക്ക് വന്നേക്കണം. ബോട്ടിങ് കഴിഞ്ഞിട്ട് ആ ഫത്തേസാഗർ ലേക്കിൻ്റെ അതിൽ കൂടെ ബോട്ടിങ് കഴിഞ്ഞ് ഇവിടെ 1 hour നമുക്ക് സ്പെൻഡ് ചെയ്യാൻ ടൈം തരും. അടിപൊളി സ്ഥലം കേട്ടോ. സൺസെറ്റും ഉണ്ട്, നല്ല വ്യൂ. അങ്ങനെ ഫസ്റ്റ് ദിവസം നൈറ്റ് നമ്മൾ പുറത്ത് ഡിന്നർ കഴിക്കാൻ വേണ്ടി വന്നു. അതായത് ഒരു കമ്മക്കാനി എന്ന് പറഞ്ഞിട്ടൊരു രാജസ്ഥാനി റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. ഭയങ്കര ഫേമസ് പ്രീമിയം റെസ്റ്റോറൻ്റാണ്. അപ്പോൾ അവിടെ താലി കഴിക്കാമെന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷേ പിന്നെയാണ് ദാൽപാട്ടി കുർമ അതെൻ്റെ കണ്ണിൽ പെട്ടത് മെനുവിൽ. അപ്പോൾ അതവിടുത്തെ ഫേമസ് സംഭവമാണ്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു, ഒരു ഡിഷ് ഓർഡർ ചെയ്താൽ മതി, ഒരെണ്ണം ഓർഡർ ചെയ്താൽ മതി, 2 പേർക്കും കഴിക്കാനുണ്ടാവും, നല്ല ക്വാണ്ടിറ്റിയാണ്, അങ്ങനെയാണ് ആൾ പറഞ്ഞത്. അപ്പോൾ അത് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് റൂഫ് ടോപ്പാണ്, നല്ല അടിപൊളി വ്യൂ ആട്ടോ. ഞാൻ കുറേ പേരുടെ സ്റ്റോറിയിൽ നിന്നൊക്കെ കണ്ടിട്ടുണ്ട് ഈ ഹോട്ടൽ.
അപ്പോൾ ആദ്യം ഇതേപോലത്തെ ഒരു ബോൾ പോലത്തെ സംഭവം ഒരു 4 പീസ് ഉണ്ടാവുക. ഞാൻ വിചാരിച്ചു ഇത് ഭയങ്കര ചെറുതാണല്ലോ, ഇത് എങ്ങനെയാണ്, പക്ഷെ പൊട്ടിച്ചത് ഇട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ആദ്യം അത് പൊട്ടിച്ച് പ്ലേറ്റിലിടാൻ പറയും. അത് കഴിഞ്ഞിട്ട് ഒരു ചെറുപയറും ദാൽ എന്താ പോലത്തെ ഒരു കറി ഉണ്ട്, അത് അതിൻ്റെ മേലേക്ക് ഒഴിക്കും. അത് കഴിഞ്ഞിട്ട് അവർ തേർഡ് ഒരു സാധനം, ഒരു മോര് പോലത്തെ, മോരല്ല പക്ഷെ വേറൊരു യെല്ലോ കളറിലുള്ളൊരു ലിക്വിഡ് സാധനമുണ്ട്, അതൊരു മേലെ ഒഴിക്കും. അതിന് ശേഷം ഗീ കുറച്ച് മേലെ ഒഴിക്കും. അതിന് ശേഷം നമ്മുടെ ഒണിയൻസ് കട്ട് ചെയ്തത് അതിടും. പിന്നെ അതിൻ്റെ കൂടെ ഒരു നല്ലൊരു റെഡ് സ്പൈസി ചട്നി ഉണ്ടായിരുന്നു കേട്ടോ, അത് അടിപൊളിയായിരുന്നു. അതുണ്ടായിരുന്നു. പിന്നെ 2 ചട്നി ഉണ്ടായിരുന്നു, റെഡ് ചട്നിയും പിന്നെ വേറൊരു ചട്നിയും. ഇത്രയൊക്കെ ഐറ്റംസ് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. കഴിച്ചപ്പോൾ ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയാണ്. പക്ഷേ ഒരെണ്ണം കഴിച്ചപ്പോൾ രണ്ടാമത്തെ ഞാൻ എങ്ങനെയാണ് കഴിച്ചത്. നമ്മൾ കാണുമ്പോൾ ഒരു ചെറിയ ബോളാണ്, പക്ഷെ അത് പൊട്ടിച്ച് ഈ ഐറ്റംസ് ഒക്കെ ഇടുമ്പോൾ നല്ല എന്താ പറയുക ഹെവിയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നൈറ്റ് ഷോപ്പിങ്ങിന്, സ്ട്രീറ്റ് ഷോപ്പിങ്ങിന് ഇറങ്ങി. രാജസ്ഥാനിൽ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എന്താ പറയുക, കുറച്ച് നൈറ്റ് ആ ഗംഗൂർ ഘട്ടിൻ്റെ ഭാഗത്തൊക്കെ പോയി നടന്നു. അത് അടിപൊളി സ്ഥലം കേട്ടോ. പിന്നെ ഞാൻ കാണിച്ചു തരാം. എനിക്ക് ഭയങ്കര എൻ്റെ ഫേവറേറ്റ് സ്ഥലമാണ് ഗംഗൂർ ഘട്ടാണ്. അത് നൈറ്റുള്ള വ്യൂ എന്ന് പറയുന്ന ഒരു എന്താ പറയുക, എത്ര ആൾക്കാർ അവിടെ വന്നിരിക്കണേന്ന് അറിയുമോ രാത്രി. ചുമ്മാ വന്ന് അവിടെ ഈ വ്യൂ കാണാനും ഇതിനൊക്കെ. ഈവനിങ് തൊട്ടേ അവിടെ സ്കൈയുടെ കളറും ഇതൊക്കെ മാറി. നൈറ്റ് ആകുമ്പോൾ ഇതേപോലെ ഫുൾ ഗോൾഡൻ വ്യൂ ആയിരിക്കും ഉണ്ടാകുക. ആ ഓപ്പോസിറ്റ് സൈഡ് മൊത്തം അടിപൊളിയായിരിക്കും. അങ്ങനെ നമ്മൾ തിരിച്ച് നൈറ്റ് എന്താ പറയുക റൂമിലേക്ക് എത്തി. ഇത് എൻ്റെ മറ്റേ വിൻഡോൻ്റെ ഉള്ളിൽ കൂടിയുള്ള വ്യൂ ആണ് കേട്ടോ. അവിടെ ലേക്കാണല്ലോ, ഫത്തേസാഗർ ലേക്ക്. അപ്പോൾ അവിടുത്തെ ലൈറ്റും ചെറിയൊരു എന്താ പറയുക ഗോൾഡൻ വ്യൂവും ഇതൊക്കെ ആയിട്ടുള്ള ആ ഒരു അടിപൊളി വ്യൂ ആയിരുന്നു. അങ്ങനെ നെക്സ്റ്റ് ഡേ, സെക്കൻഡ് ഡേ മോർണിംഗ് ആയി. അപ്പോൾ നമ്മുടെ ഹവേലിയുടെ മേലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റൂഫ് ടോപ്പ്, അവിടെയായിരുന്നു നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ഡിന്നർ ആയാലും അവിടെ ഉണ്ട്. ഡിന്നർ നമ്മൾ ഓൾമോസ്റ്റ് പുറത്തുനിന്നായിരിക്കും കഴിക്കുക, പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ മോർണിംഗ് ഇതേപോലെ മുകളിലേക്ക് വന്നു. അപ്പോൾ നല്ല നല്ല വ്യൂ ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ഇവിടെ നിന്ന് എടുത്തു. അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടമായ പ്ലേസ് ആട്ടത്, ഈ ഹവേലിയിലത്തെ തന്നെ. എന്താ പറയുക, നല്ല എന്താ പറയുക സർവീസ് ആയാലും ഹോസ്പിറ്റാലിറ്റി ആയാലും അതേ അവരുടെ നല്ല അടിപൊളിയായിരുന്നു. നമുക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, അതൊക്കെ എന്താ പറയുക, ഫുഡായാലും അതെ, ഇപ്പോൾ എന്ത് സ്ഥലത്ത് പോകണമെങ്കിലും എന്തെങ്കിലും ഡൗട്ടായാലും എല്ലാ സർവീസും അതെ. ക്യാബ് വേണമെങ്കിൽ ഫുൾ ടൈം ആയിട്ട് ക്യാബ് നമുക്ക് വേണ്ടിയിട്ട് തന്നെ ആൾ വെയിറ്റ് ചെയ്യും, വേറെ ഇത് എടുക്കില്ല. അങ്ങനെ അടിപൊളി നല്ലൊരു ഹോസ്പിറ്റാലിറ്റി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ക്ലിപ്സ് കാണിച്ചു തരാൻ വേണ്ടി എടുത്തത്. അപ്പോൾ ഇവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ സെക്കൻഡ് ദിവസം കുറച്ച് പ്ലേസ് കറങ്ങാൻ പോയി. അത് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ നമ്മളൊരു ഓട്ടോയിലാണ് ഇതേപോലത്തെ ഉള്ളിലേക്കുള്ള കുറേ റോഡ്സിൽ കൂടിയൊക്കെ പോയത് കേട്ടോ. അവിടെ ക്യാബ് ഇതൊന്നുമല്ല, ഓട്ടോ ആണ് മെയിനായിട്ട്. അത്രയും ചെറിയ റോഡാണല്ലോ, അപ്പോൾ കുഞ്ഞു കുഞ്ഞു കടകളിൽ അവിടുത്തെ പ്രത്യേകതരം ഷോപ്പിങ്ങിന് പറ്റിയത് നമ്മൾ അവിടുത്തെ പ്രത്യേകതരം വളകളിൽ ബാംഗിൾസൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഗംഗൂർ ഘട്ടിൻ്റെ ഒരു സൈഡിലേക്ക് വന്നു. അവിടെ നല്ല മോർണിംഗ് സമയത്ത് നല്ല ഫോട്ടോഷൂട്ടിന് പറ്റിയ സമയമായിരുന്നു കേട്ടോ. അപ്പോൾ അടിപൊളി വ്യൂ ആണ് ഈ എന്താ പറയുക ഈ ലേക്കിൻ്റെ സൈഡിലുള്ളത്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ഫോട്ടോ എടുത്തു. നമുക്ക് ഒരു ഫോട്ടോഗ്രാഫേഴ്സ് അവിടെ ഉണ്ട് എടുത്ത് കൊടുക്കണത്. നമുക്ക് അറിയണ്ടായിരുന്നില്ല, ജസ്റ്റ് പോയപ്പോൾ കണ്ടാണ്. അപ്പോൾ നമ്മൾ ഫോട്ടോഗ്രാഫറെ കൊണ്ട് കുറച്ച് ഫോട്ടോസ് എടുത്തു. അപ്പോൾ തന്നെ നമുക്ക് സെൻഡ് ചെയ്ത് തരും ബാഗ്, പിന്നെ അതുപോലെ ഫോട്ടോ ഫ്രെയിംസ്, പെയിൻറ്റിങ്സ് ഒക്കെ ഉണ്ട് അവരുടെ ഫേമസ് പെയിൻറ്റിങ്സ്, പിന്നെ ബാന്തിനി ടൈപ്പ് ഡ്രസ്സസൊക്കെ, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സും നൈബേഴ്സും ഇവരൊക്കെ കുറച്ച് പേര് കുറേ സാധനങ്ങൾ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഡെയിലി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ കുറച്ച് നേരം എന്താ പറയുക ഇതിന് വേണ്ടിയിട്ട് തന്നെ പോയി, ഷോപ്പിങ്ങിന് തന്നെ. അപ്പോൾ അതിൻ്റെ കുറച്ച് ഞാൻ ക്ലിപ്സ് ഞാൻ എടുത്തതൊക്കെ ഞാൻ വേണമെങ്കിൽ ഷെയർ ചെയ്യാം.
അങ്ങനെ ഫൈനലി നമ്മളെത്തിയത് സിറ്റി പാലസിലാണ്. അതായത് ഫേമസ് ഒരു പാലസാണ്. ഉദയ്പൂർ ആയാലും അത് എനിക്ക് തോന്നുന്നു രാജസ്ഥാനിൽ കുറേ സിറ്റി പാലസ് ഉണ്ട്. ജയ്പൂർ ഒരു സിറ്റി പാലസ് ഉണ്ട്. അപ്പോൾ ഈ നമ്മുടെ സെക്കൻഡ് ഡേ ഫസ്റ്റ് തന്നെ പോയത് നമ്മൾ സിറ്റി പാലസിലേക്കാണ്. കാരണം അതിനൊരു 3-4 hours എടുക്കുന്നത് നമ്മളോട് എല്ലാവരും പറഞ്ഞു. അപ്പം ഈ മോർണിംഗ് എന്തായാലും പോയിട്ട് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഈവനിങ് വേറെ കുറച്ച് പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മോർണിംഗ് അവിടെ എത്തിയിട്ട് ടിക്കറ്റ് എടുത്ത് അങ്ങനെ നമ്മൾ കയറി. അവിടേക്ക് എൻട്രൻസിൽ നിന്ന് ഉള്ളിലേക്ക് തന്നെ കുറച്ചധികം ഉണ്ട് നടക്കാൻ. അത് കഴിഞ്ഞിട്ട് പുറത്ത് ഇതേപോലെ ഒരു വലിയ കഫേ പോലെയൊക്കെ ഉണ്ട്, ആൾക്കാർക്ക് ഇരുന്ന് ഫുഡ് കഴിക്കാനൊക്കെ. അത് കഴിഞ്ഞ് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ എന്താ പറയുക, സിറ്റി പാലസിൻ്റെ ഉള്ളിൽ തന്നെ ഈ പണ്ടത്തെ യുദ്ധം നടന്ന സമയത്തും അതിൻ്റെ കുറേ ഐറ്റംസ് ഉണ്ട്. പിന്നെ പല പല രാജാക്കന്മാരുടെ റൂമുകൾ, രാജ്ഞിമാരുടെ ഡ്രസ്സിങ് റൂം, അത് പിന്നെ യുദ്ധത്തിന് യൂസ് ചെയ്ത ഐറ്റംസ്, ഇതൊക്കെ അങ്ങനെ കുറേ ഐറ്റംസ് കുറേ ഉണ്ട് നമുക്ക് കാണാൻ. ഞാൻ കുറച്ചൊക്കെ എടുത്തിട്ടുള്ളൂ വീഡിയോയിൽ, അധികം എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് നടക്കാനുണ്ട്. അതേപോലെ തന്നെ പിന്നെ ഓരോ സ്പോട്ടുകൾ, ഇതിൻ്റെ ഉള്ളിലത്തെ ഓരോ കുഞ്ഞു കുഞ്ഞു ഏരിയാസ്, വരാന്താസ് എല്ലാം, ഓരോ റൂമും പല ടൈപ്പ് കളർഫുൾ അങ്ങനെ ആയിട്ടാണ്. ഭയങ്കര എസ്തെറ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എസ്തെറ്റിക് ആയിട്ടുള്ള പ്ലേസുകളായിരുന്നു. എല്ലാവർക്കും എന്താ പറയുക, ഓരോ സ്ഥലത്ത് ഓരോ കോർണർ പോയി കഴിഞ്ഞാൽ അവിടെ ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു സംഭവം ഉണ്ടാവും. അതേപോലെ തന്നെ ഒരു ട്രെയിൻ ഉണ്ടാവും ചുറ്റും, അതായത് സിറ്റി പാലസിൻ്റെ ഫുള്ള് ചുറ്റി കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ട്രെയിനിൽ പോകാൻ പറ്റും. കാരണം ലേക്ക് ഉണ്ട്, അപ്പോൾ നല്ല വ്യൂ ആണ്. അപ്പോൾ ആൾക്കാർ ഇതിൽ കയറി പോവും. നല്ല രസമാണ് ഫുള്ള്. കഴിഞ്ഞ് നമ്മൾ ലഞ്ച് കഴിക്കാൻ ഒരു ഭോജൻ എന്ന് പറഞ്ഞൊരു രാജസ്ഥാനി ട്രഡീഷണൽ താലിയായിരുന്നു, അത് കഴിക്കാൻ പോയി. നല്ല അടിപൊളിയായിരുന്നു. ഞങ്ങൾ തേർഡ് ഡേയും അവിടെ പോയി തോന്നുന്നുണ്ട്. നല്ല അടിപൊളി താലിയായിരുന്നു, നമ്മുടെ ട്രഡീഷണൽ താലി. അങ്ങനെ രാജസ്ഥാനികളുടെ നല്ല ട്രഡീഷണൽ ഡാൻസ് ഉണ്ടല്ലോ, അതിൻ്റെ ഷോ നടക്കുന്നുണ്ട്. 3-4 ഷോ ഉണ്ടാവും. വൈകിട്ട് 5 മണി തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. 9 o'clock വരെ ഉണ്ടാവും രാത്രി. അപ്പോൾ അതിൻ്റെ ഒരു 1 hour ഷോ ആണെന്ന് തോന്നുന്നുണ്ട്. പല സ്ഥലത്ത് 2-3 സ്ഥലത്ത് അങ്ങനെ നടക്കുന്നുണ്ട്. നമ്മൾക്കൊരു ഇൻസ്റ്റയിലൊക്കെ ഞാനൊരു ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി. നല്ല അടിപൊളിയായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കണ്ടിരിക്കാൻ. മൊബൈൽ യൂസ് ചെയ്യണമെങ്കിൽ എക്സ്ട്രാ പൈസയൊക്കെ കൊടുക്കണം. മൊബൈൽ ഞാൻ ഫുള്ള് വീഡിയോ ഒക്കെ എടുത്തു, കാരണം നമ്മൾ എപ്പോഴും വരണമെന്നല്ലല്ലോ. അപ്പം ഞാനിങ്ങനെ ചുമ്മാ റീലല്ലെങ്കിൽ എന്തെങ്കിലും ഇതേപോലെ യൂട്യൂബിൽ വ്ളോഗ് എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഫുൾ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കുറേ പേര് ഫോണൊന്നും യൂസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടുത്തെ ഈ ഡാൻസ് ഷോ ഒക്കെ. ഈ ഡാൻസിനെ പറ്റി എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ലാസ്റ്റത്തെ അവരുടെ മെയിൻ ഡാൻസ്, തലയിൽ ഇത്രയും ഹൈറ്റിൽ വെച്ചിട്ട് എന്നിട്ട് ഇവർ കുറേ ലാസ്റ്റ് ഇതേപോലെ കുപ്പി ചില്ലൊക്കെ നിലത്തിട്ടിട്ട് അതിൻ്റെ മേലെ കയറി നിന്നിട്ട് കാലുകൊണ്ട് എന്തൊക്കെയോ നമ്മൾ ഡാൻസ് എന്താ പറയുക, ഈ ക്ലാസിക്കൽ ഡാൻസിൻ്റെ പോലത്തെ സ്റ്റെപ്സ് ഇതൊക്കെ കാണിച്ച് അങ്ങനെ ഡാൻസ് കഴിഞ്ഞ് നമ്മൾ നടക്കുമ്പോൾ കുറച്ച് പെയിൻറ്റിങ് ചെയ്യണ ആൾക്കാരെ കണ്ടു. അങ്ങനെ സ്ട്രീറ്റിൽ ഷോപ്പിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഇങ്ങനെ ബോട്ടിങ് വന്നേക്കാണ്. ലേക്ക് പിച്ചോള ഹോട്ടലിൻ്റെ അടുത്തുള്ളൊരു ബോട്ടിംഗ് ഉണ്ട്, ലേക്ക് പിച്ചോള ലേക്കിൻ്റെ അവിടെ. അപ്പോൾ ആ ബോട്ടിങ് നമ്മൾ ഫസ്റ്റ് ഫത്തേ സാഗർ ലേക്കിൽ പോയിട്ടുണ്ടായിരുന്നു ബോട്ടിങ്ങിന്. ഇപ്പോൾ ഞാൻ ലേക്ക് പിച്ചോളയിൽ പോയി. അപ്പോൾ അവിടുത്തെ വ്യൂ കാണിച്ചു തരാം.
every night I wait. Paradise, paradise seems so far away. Still I try to buy myself some time to get me to that place. All I want is you. Staying up till we want to. Tell you what, I bet that we could see it new. I wanna let you, nothing to do. Let's throw all our worries away. I know that it takes two to get the confused. Tell me, baby, what do you say? 'Cause we were just friends, and now it's something far over. And I bet that we could find a way closer. Never wanted to put all of this in your head, but I can't say that we're only friends. But I can't say that we're only friends. I just want you under the lights. I just want you when it's my time. I just want you breaking my stride. I just want you. I wanna let you, nothing to do. Let's throw all our worries away. I know that it takes two to get confused. Tell me, baby, what do you say? 'Cause we were just friends, and now it's something far over. And I bet that we could find a way closer. Never wanted to put all of this in your head, but I can't say that we're only friends. But I can't say that we're only friends. Never wanted to put all of this in your head, but I can't say that we're